ഇവിടെ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ തീ വീഴും. ആ തീ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഞാനിത് വന്ന് ചോദിച്ച് നടുവിലെന്തെങ്കിലും ഭാരത്തോടാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ച്, അതുകൊണ്ട് അന്നേരം തന്നെ ഇതിന് ശേഷം എന്താ പ്രാർത്ഥിച്ച് അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഈ വലതു ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചതവ് പോലോ നടക്കാൻ കഴിയാത്ത പോലെ അങ്ങനെ പ്രാർത്ഥിച്ച് വിശേഷങ്ങളും കൂടെ മോളാണ് മമ്മി പറയുന്ന ഉള്ളയാണോ? 5 ലക്ഷങ്ങളുണ്ട്, മാറ്റമുണ്ട്, ഇരിക്കാനൊന്നും കഴിയുന്നില്ല. ഈ മാതാവ് പറയുന്നത് ഇവിടെ വരുമ്പോഴും എൻ്റെ വയറിനകത്തോ ഒരു കത്തി പോലെ ഇരിക്കുന്ന ഭാരമുണ്ടായിരുന്നു. പക്ഷെ ആരാധനയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു, അതിപ്പോ ഇല്ലെന്നാണ് പറയുന്നത്. ഇരിക്കാനൊക്കെ പറ്റുമല്ലോ, വേദനുണ്ട്, കറി ഇരിക്കാൻ കഴിയത്തില്ല. ഇരുന്നു യേശുവിനെ വിളിച്ചുകൊണ്ട് ചാടി ഇരിക്കണം, ഇരുന്നിട്ട് ചാടി എഴുന്നേക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഉറപ്പാണ്. നീ ഇരിക്കുന്നില്ല, അങ്ങനെ കാര്യം നോക്കിയിരുന്നു. ആലയത്തിനകത്ത സാക്ഷ്യം വെക്കുന്നത് എങ്ങനെയുണ്ട്? പോ, കുഴപ്പമില്ല. ഇത് എത്ര നാളുകൊണ്ട്? 2-3 മാസം. വയറ് പെരുകിയിരിക്കുന്ന പോലെ. ഇപ്പൊ അതില്ല. വയറ്റിൽ എന്തോ ഒരു ഗോളം പോയത് പോലെ തോന്നിയത്. പരമേർന്ന് പ്രാർത്ഥിച്ചു. ഈ സൗഖ്യം എന്നും എക്കാലവും നിലനിൽക്കും. വളരെ ഭാരത്തോടാണ് നീ വന്നത്. നിങ്ങളുടെ വിഷയത്തിലുപരി മകളുടെ വിഷയത്തിന്മേലാണ് നിങ്ങൾ വന്നത്. ഈ കംപ്ലീറ്റ് അല്ലാതെ നിൽക്കുന്നതിനെ ഇന്ന് കർത്താവ്